അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മഅ്മൂൻ അദ്ദേഹം ഖലീഫ ഹാറൂൻ റഷീദിൻ്റെ മകനായിരുന്നു. അബ്ബാസി ഖലീഫമാരിൽ 7ാമത്തെ ഖലീഫയായിരുന്നു അദ്ദേഹം. ഹിജ്റ 170 ജനിക്കുകയും 218 മരിക്കുകയും ചെയ്തു. വൈജ്ഞാനിക രംഗത്ത് ഏറെ സംഭാവനകൾ നൽകിയ വ്യക്തിയായിരുന്നു അദ്ദേഹം. വക്കാലൽ മഅ്മൂൻ ഒരിക്കൽ പറഞ്ഞു, അർരിജാലു സലാസത്തുൻ, മനുഷ്യൻ 3 തരക്കാരാണ്. അർരിജാലു എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ എന്നുള്ള നിനക്ക് മാത്രമല്ല ഇവിടെ പറഞ്ഞത്, മനുഷ്യന്മാർ മൊത്തം 3 തരക്കാരാണ്. അർരിജാലു സലാസത്തുൻ. ഫറജുലിൻ, ഒരു വിഭാഗം ആളുകൾ എന്ന് പറഞ്ഞാൽ കൽ ഗിദാഇ, ഭക്ഷണം പോലെയാണ്. ഒരു വിഭാഗം ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഭക്ഷണം പോലെയാണ്. ലാ യുസ്തഗ്ന അൻഹു, അതൊരിക്കലും തന്നെ ഒഴിവാക്കാൻ പറ്റില്ല. ജീവിതത്തിൽ എല്ലാ കാലത്തും ഭക്ഷണം വേണം. അതുകൊണ്ട് അത്രയും ആവശ്യമുള്ളവരാണ് ഒരു കൂട്ടർ. വറജുലിൻ, മറ്റൊരു വിഭാഗം ആളുകൾ എന്ന് പറഞ്ഞാൽ കദ്ദവായി, മരുന്ന് പോലെയാണ്. മറ്റൊരു വിഭാഗം ആളുകൾ എന്ന് പറഞ്ഞാൽ മരുന്ന് പോലെയാണ്. യുഹ്താജു ഇലൈഹി ബിൽ ഔഖാത്ത്, ചില സമയങ്ങളിലൊക്കെ അതിന് ആവശ്യം വരും. ചില അവസരങ്ങളിൽ അതിൻ്റെ ആവശ്യമുണ്ട്. വറജുലിൻ, മറ്റൊരു വിഭാഗം ആളുകളുണ്ട് കദ്ദായി, രോഗം പോലെയാണ്. മറ്റൊരു വിഭാഗം ആളുകൾ എന്ന് പറഞ്ഞാൽ രോഗം പോലെയാണ്. ലാ യുഹ്താജു ഇലൈഹി അബദൻ, അതൊരാൾക്കും ഒരിക്കലും തന്നെ ആവശ്യമുള്ളതല്ല, ഒരിക്കലും ആവശ്യമില്ലാത്തതാണ്. അപ്പം മഅ്മൂൻ 3 രൂപത്തിലാണ് മനുഷ്യരെ കണ്ടത്. ഒന്ന്, ഭക്ഷണം പോലെ, ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരിക്കണം. ചെറുപ്രായത്തിൽ വേണം, യുവത്വത്തിൽ വേണം, വൃദ്ധരായിരിക്കുമ്പോൾ വേണം. ഇനി ഭക്ഷണം കൊടുക്കാൻ കഴിയില്ല എന്ന് വെച്ചാൽ ആ ഭക്ഷണം ദ്രവരൂപത്തിലാക്കിയിട്ടോ മറ്റോ ഉള്ളിലേക്ക് ഇഞ്ചക്ട് ചെയ്തെത്തിക്കണം. ഭക്ഷണമില്ലാത്ത ഒരു കാലം സങ്കല്പിക്കാൻ സാധ്യമല്ല. അത്രയും അനിവാര്യമായ ചില ആളുകളുണ്ട്. അവർ സമൂഹത്തിന് എന്നും ആവശ്യം, എപ്പോഴും ആവശ്യം. അവരെ സമൂഹം കാത്തിരിക്കണം, പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കണം. എപ്പോഴും അവർക്ക് കിട്ടണം, വേണം എന്ന രൂപത്തിൽ കാത്തിരിക്കുന്ന ചില ആളുകളുണ്ട്. മറ്റൊരു വിഭാഗം ആളുകൾ അവർ മരുന്ന് പോലെയാണ്. യുഹ്താജു ഇലൈഹി ബിൽ ഔഖാത്ത്, ചില സമയങ്ങളിൽ അവ ആവശ്യമാണ്. മരുന്ന് കഴിക്കുന്ന ആൾക്കാർക്കറിയാം, രാവിലെ, ഉച്ചക്ക്, വൈകുന്നേരം, അല്ലെങ്കിൽ 6 മണിക്കൂർ കഴിയുമ്പോൾ, അല്ലെങ്കിൽ 8 മണിക്കൂർ കഴിയുമ്പോൾ എന്നൊക്കെ പറയും. അപ്പോൾ ചില സമയങ്ങളിൽ ആവശ്യമുള്ള, ചില കാര്യങ്ങളിൽ ആവശ്യമുള്ള, ചില സന്ദർഭങ്ങളിൽ തേടിപ്പോകുന്ന ചില ആൾക്കാരുണ്ട്. അവരെ ചില സന്ദർഭത്തിൽ മരണാനന്തര ചടങ്ങുകൾക്കോ കല്യാണ ആവശ്യങ്ങൾക്കോ അതുപോലുള്ള ആവശ്യങ്ങൾക്ക് മാത്രം തിരയുന്ന ആൾക്കാർ. എന്നാലും അവരാവശ്യമില്ല എന്ന് പറഞ്ഞാൽ അവരാവശ്യമാണ്. എപ്പോഴും വേണ്ട, ചില സന്ദർഭങ്ങളിൽ അവരെ തേടിപ്പോകേണ്ട അവസ്ഥയുണ്ടാകും. മറ്റൊരു വിഭാഗം ആളുകൾ എന്ന് പറഞ്ഞാൽ മരുന്ന് പോലെയും അതുപോലെ തന്നെ ഭക്ഷണം പോലെയൊന്നും അല്ലാത്ത ചില ആളുകൾ. അവർ രോഗം പോലെ, അസുഖം എന്ന് പറഞ്ഞാൽ ഒരിക്കലും തന്നെ ഒരാളും ആഗ്രഹിക്കുന്നില്ല. എനിക്ക് അസുഖം വേണമെന്ന് ആഴ്ചയിലോ മാസത്തിലോ കൊല്ലത്തിലോ ഒന്നും വേണമെന്ന്, അല്ലെങ്കിൽ നിത്യം രോഗിയാവണമെന്ന് ഒരാളും ആഗ്രഹിക്കില്ല. ആ രോഗം ഇങ്ങോട്ട് വരേ വേണ്ട എന്നുള്ളതാണ്. ചില ആൾക്കാരെ പ്രസൻസ്, ചില ആൾക്കാരുടെ സാന്നിധ്യം തീരെ സമൂഹം ആവശ്യപ്പെടുന്നില്ല. ഇങ്ങോട്ട് വരണ്ട, ഈ സ്ഥലത്തേക്ക് തന്നെ വരണ്ട, നീ നാട്ടിലേക്ക് തന്നെ വരണ്ട, ഈ വീട്ടിലേക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ആട്ടുന്ന ചില ആൾക്കാരുണ്ട്. ആദ്യത്തെ രണ്ടും ആവശ്യമുള്ളതാണ് എങ്കിൽ അവസാനത്തെ ഒരു വിഭാഗം ആളുകൾ എന്ന് പറഞ്ഞാൽ നാടിനും നാട്ടുകാർക്കും ഒരാവശ്യവുമില്ലാത്തവരാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം നിരന്തരം ആവശ്യമുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ പെടാൻ ശ്രമിക്കുക. അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.